നമസ്കാരം. കദംബം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഒക്ടോബർ 4-ാം തീയതി മഹാശനി പ്രദോഷമാണ്. പ്രദോഷം എങ്ങനെയാണ് വന്നത് എന്ന് നോക്കാം. പണ്ട് ദേവന്മാരും അസുരന്മാരും അമൃതത്തിനു വേണ്ടി അനന്തനെ ഉപയോഗിച്ച് പാലാഴി കടഞ്ഞപ്പോൾ അനന്തന്റെ വായിൽ നിന്ന് ആലകാല വിഷം വരികയും ശിവഭഗവാൻ ആലകാല വിഷം ഭൂമിയിൽ വീണാൽ ഭൂമിക്ക് ആപത്താണെന്ന് മനസ്സിലാക്കി അതെടുത്ത് കഴിക്കുകയും ചെയ്തു. അങ്ങനെ ലോകത്തിനെയും ദേവന്മാരെയും രക്ഷപ്പെടുത്തി ദേവന്മാർക്ക് അമൃതം കിട്ടാനുള്ള അനുഗ്രഹവും കൊടുത്തു. അങ്ങനെ ദേവന്മാർക്ക് അമൃതം കിട്ടുകയും അവർ കഴിച്ച് ആ ദിവസം മുഴുവൻ ആഘോഷിക്കുകയും ചെയ്തു. അടുത്ത ദിവസമാണ് ദേവന്മാർ ഓർത്തത് അമൃതം കിട്ടാനായി അനുഗ്രഹിച്ച ശിവനെ അവർ ഓർത്തില്ല, ശിവന് നന്ദി പറഞ്ഞില്ല എന്നുള്ള കാര്യം. ഉടനെ തന്നെ അവർ കൈലാസത്തിലേക്ക് ചെല്ലുകയും അവിടെയുള്ള നന്ദീശ്വരനോട് ശിവനെ കാണണമെന്നും ഈശ്വരനോട് മാപ്പ് പറയണം എന്നും പറഞ്ഞ് ശിവനെയും കണ്ട് ഈശ്വരനോട് മാപ്പ് പറഞ്ഞ് അവർ ആ ദിവസം മുഴുവൻ ആഘോഷിച്ചു. ആ ദിവസത്തെയാണ് നമ്മൾ പ്രദോഷം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. പലതരം പ്രദോഷങ്ങളുണ്ട്. അവ ഇവയാണ്: നിത്യപ്രദോഷം, മാസപ്രദോഷം, പക്ഷപ്രദോഷം, മഹാശനി പ്രദോഷം, പ്രളയപ്രദോഷം. എല്ലാ പ്രദോഷങ്ങളും പ്രാധാന്യമേറിയതാണ്. എല്ലാ ദിവസവും വരുന്ന പ്രദോഷ സമയത്ത്, അതായത് വൈകിട്ട് 4 മണിക്ക് ശേഷം 5:30 വരെയുള്ള സമയം നമഃശിവായ എന്ന പഞ്ചാക്ഷരം ജപിക്കുന്നത് വളരെ നല്ലതാണ്. പ്രദോഷ ദിവസങ്ങളിൽ വ്രതം ഇരുന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ പ്രധാനപ്പെട്ട ദോഷങ്ങളായ നാഗദോഷം, ശനിദോഷം എന്നിവയാകലും 7 തലമുറയുടെ പാപം നീങ്ങും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച വരുന്ന പ്രദോഷത്തെ മഹാശനി പ്രദോഷം എന്നാണ് പറയപ്പെടുന്നത്. പ്രദോഷ ദിവസം കാലത്ത് കുളിച്ച് വ്രതമനുഷ്ഠിച്ച് പ്രദോഷ സമയത്ത് അടുത്തുള്ള ശിവന്റെ അമ്പലത്തിൽ ചെന്ന് തൊഴുതാൽ വളരെ നല്ലതാണ്. ശിവന് പാൽ, തൈര്, ചന്ദനം, ഭസ്മം, ബിൽവം, പുഷ്പങ്ങൾ, അരിപ്പൊടി, ശർക്കര ഇവ കൊണ്ട് അഭിഷേകം നടത്തുന്നത് വളരെ നല്ലതാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ ശിവനെ കാണാൻ ചെല്ലുന്നതിന് മുമ്പ് നന്ദീശ്വരനോട് പ്രാർത്ഥിച്ചിട്ടേ ചെല്ലാവൂ. അഥവാ നിങ്ങളുടെ വീട്ടിന് അടുത്ത് ശിവന്റെ അമ്പലം ഇല്ല എങ്കിൽ അടുത്ത് ഏത് അമ്പലമാണോ ഉള്ളത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാവുന്നത് വളരെ നല്ലതാണ്. ഇല്ല, നമ്മൾക്ക് സമയമില്ല, അമ്പലത്തിലേക്ക് പോകാൻ ഒരുപാട് ദൂരമാണ് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ശിവായ നമഃ എന്ന് പറയാം, അല്ലെങ്കിൽ നമഃശിവായ എന്ന് പറയാം. പ്രദോഷത്തിന് ഉപവാസം ഇരിക്കുക എന്ന് വെച്ചാൽ കാലത്ത് കുളിച്ച് ഭഗവാനെ തൊഴുതതിന് ശേഷം ഉപവസിക്കുക. എന്നിട്ട് വൈകുന്നേരം പ്രദോഷ സമയത്ത് അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് ഒന്നെങ്കിൽ വീട്ടിൽ വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക, അല്ല അമ്പലത്തിൽ തന്നെ പ്രസാദം കിട്ടുവാണെങ്കിൽ അത് കഴിക്കുക. പലർക്കും മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും ഉപവാസം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ലഘുവായി ഭക്ഷണം കഴിച്ചിട്ടോ, അല്ലെങ്കിൽ പഴവും പാലും കഴിച്ചിട്ടോ, അല്ലെങ്കിൽ പാല് മാത്രം കഴിച്ചിട്ടോ ഒക്കെ നമുക്ക് ആ ദിവസം ഉപവാസം തുടരാവുന്നതാണ്. ഇത് അവരവരുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ലഘുവായ ഭക്ഷണം കഴിച്ച് ഭഗവാന്റെ പഞ്ചാക്ഷര നാമം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.